അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇവനെ സംബന്ധിച്ചിട്ടാണ്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണ്, അതിനെ പിന്നെ തിരുത്തലില്ല. ഖുർആനെ തിരുത്താൻ ആർക്കും അവകാശമില്ല. ഇനി അന്ത്യനാളിൽ വരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് പോലും ഖുർആനെ തിരുത്താനുള്ള അവകാശമില്ല. ഏത് ഖുതുബ് വന്നാലും ഏത് വലിയ വന്നാലും ഖുർആനെ തിരുത്താനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് സുജൂദ് ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നും അവൻ കാഫിരീങ്ങളിൽ പെട്ടവനാണെന്നും അന്ത്യനാൾ വരെ അള്ളാഹുവിന്റെ ലഅനത്ത് അവനിക്ക് ലഭിക്കുമെന്നും അവൻ ആട്ടി ഓടിക്കപ്പെട്ടവനാണെന്നും അതുപോലെ തന്നെ നരകത്തിലും അവനും അവനെ പിൻപറ്റിയ ആളുകളും ശാശ്വതന്മാരായി നരകത്തിലാണെന്നും ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹ് പറഞ്ഞ വാക്കിനിക്ക് പിന്നെ ഒരു തിരുത്തലില്ല, ഒരു ചേഞ്ചസ് ഇല്ല. ആരെ കൊണ്ടും ചേഞ്ചസ് ആക്കാനും അത് സാധ്യമേ അല്ല. അതാണ്, ഒരിക്കലും അത് ഖിയാമത്ത് നാൾ വരെ മാറ്റി തീർത്താൻ പറ്റൂല. അപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ച് ശാശ്വതന്മാരായിട്ട് നരകത്തിലാണെന്നും കാഫിരീങ്ങളിൽ പെട്ടവനാണെന്നും അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒരു വലിയനിക്കും ഇബ്ലീസിനെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമേ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഖുർആനിക്ക് വിരുദ്ധമായിട്ട് ഒരു വലിയും പറയൂല, ഒരു ഖുതുബും പറയൂല, ഒരു ഗൗസും പറയൂല, ആരും തന്നെ പറയൂല ഖുർആന് വിരുദ്ധമായിട്ട്. ഖുർആനിക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ പിന്നെ അവർ വലിയന്റെ സ്ഥാനത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു പോയി. അതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനും സുന്നത്തും പിടിച്ച് ജീവിക്കുന്നവരാണ്. അവർ ഖുർആനിക്ക് വിരുദ്ധമായിട്ട് ഒരു വലിയും പറയുകയില്ല. നോക്കൂ നിങ്ങള്, സൂറത്തുൽ ഹശറിന്റെ 17-ാമത്തെ അധ്യായത്തിൽ ഇബ്ലീസും ഇബ്ലീസിനെ പിൻപറ്റിയ ആളുകളും ശാശ്വതന്മാരായിട്ട് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫകാന ആഖിബതുഹുമാ അന്നഹുമാ ഫിന്നാർ. ഇബ്ലീസും ഇബ്ലീസിനെ പിൻപറ്റിയ ആളുകളുടെയും അവസാനം അവർ നരകത്തിലാണ്. ഖാലിദൈനി ഫിഹാ, നരകത്തിൽ അവർ ശാശ്വതന്മാരാണ്. സൂറത്തുൽ ഹശറിന്റെ 17-ാമത്തെ ആയത്താണ്. സൂറത്തു സ്വാദിൽ പറയുന്നു, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ജഹന്നമ എന്ന നരകത്തിനെ നുറക്കുന്നത് നിന്നെ കൊണ്ടും നിന്നെ പിൻപറ്റിയ ആളുകളെ കൊണ്ടുമാണ്. സൂറത്തു സ്വാദിന്റെ 85-ാമത്തെ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രാ 63-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറാ. നീ പുറപ്പെട്ടു പോക്, നിന്നെയും നിന്നെ പിൻപറ്റിയ ആളുകളെയും അവരുടെ പ്രതിഫലം ശാശ്വതമാകുന്ന ജഹന്നം എന്ന നരകമാണ് ഖുർആൻ പറയുന്നു സൂറത്തുൽ ഇസ്രായിൽ. അപ്പോ ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവൻ നരകത്തിലാണെന്ന്, ശാശ്വതന്മാരായിട്ട് നരകത്തിലാണെന്ന് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെക്കൊണ്ടും ഖുർആനെ മാറ്റി എഴുതാൻ കഴിയില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹു പറഞ്ഞതിനിക്ക് പിന്നെ മാറ്റമില്ല. ഈ ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് വലിയ അതിനെതിരെ പറയാ, ഏത് കുത്തുബാണ് പറയാ, അപ്പൊ ഏത് ത്വരീഖത്താ പറയാ? ഖുർആന് വിരുദ്ധമായിട്ട് പറയൂല. സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്, സജദു ഇല്ല ഇബ്ലീസ്, മലക്കുകളെല്ലാം ആദം നബി അലൈഹി ഇസ്ലാമിനിക്ക് സുജൂദ ചെയ്തു, ഇബ്ലീസ് ഒഴികെ. ലം യകും മിനസ് സാജിദീൻ, അള്ളാഹുവിനിക്ക് സുജൂദ് ചെയ്ത മുഅ്മിനീങ്ങളിൽ പെട്ടവനല്ല. ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൂറത്തുൽ ഹുജർ
അതിന്റെ 34-35 ആയത്തില് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ പുറപ്പെട്ടു പോകുക, നീ എന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ, അന്ത്യനാൾ വരെ റബ്ബിന്റെ ലഅനത്ത് നിനക്കുണ്ട്. മറ്റൊരായത്തിൽ എന്റെ ലഅനത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഖുർആൻ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് എതിരായിട്ട് ഇബ്ലീസിനിക്ക് ആരാ ഹിദായത്ത് കൊടുക്കുന്നവർ? അപ്പൊ പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ത്വരീഖത്ത് ഭ്രാന്ത് പിടിച്ചവർ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സംഘടനാ ലെവൽ വിദ്വേഷം കൊണ്ട് ഖുർആന് വിരുദ്ധമായ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ അതിന്റെ അന്ത്യം എവിടെയാണ്? ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകുക എന്നുള്ളതൊക്കെ ഭയപ്പെടേണ്ട ഒരു വിഷയല്ലേ. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഉസ്ജുദൂ ലി ആദമ വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, മലക്കുകളോട് നാം പറഞ്ഞു നിങ്ങൾ ആദമിനിക്ക് സുജൂദാക്കണം അലൈഹിസ്സലാം. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ, അവൻ വിട്ടുനിന്നു, അഹങ്കരിച്ചു. വഖാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടവനാണെന്ന് ഖുർആൻ അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഖുർആൻ പ്രഖ്യാപിച്ചാൽ പിന്നെ അതിനിക്ക് എതിരെ ഈ ഇബ്ലീസിനിക്ക് ഹിദായത്ത് കൊടുക്കുന്ന ഏത് വലിയ ഉണ്ടാവുക? അതൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഖുർആൻ വിരുദ്ധമായ പ്രഭാഷണങ്ങള്, ഖുർആൻ വിരുദ്ധമായ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് ജനങ്ങളെ എവിടേക്ക് എത്തിക്കും? പഴയകാലം പോലെയല്ലോ. ഇപ്പൊ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എത്ര വർഷം കഴിഞ്ഞാലും ആ പ്രസംഗം നിൽക്കും. ഖുർആന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് എത്രമാത്രം തെറ്റാണ്. അപ്പൊ ആരുടെ സംഘടന ലെവലോ അല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഖുർആൻ വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കാൻ പാടില്ല. പിന്നെ റിഫായി മാലരുണ്ട് ഒക്കെ പറയുന്നത് അതിന്റെ മായന നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതിന്റെ മായന മനസ്സിലാക്കാതാണ് കൊണ്ടാണ്. ഔല് മക്കാമിലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തൗഹീദിന്റെ ആ ഭാഗത്തേക്ക് ഇബ്ലീസിനെ ഞങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യും. പക്ഷേ റബ്ബ് തആല ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് മാന വെച്ചാൽ തീർന്നല്ലോ അതിന്റെ ശരിയായ മാന. അതല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേറെ പല നല്ല അർത്ഥങ്ങളിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. അതിനെയും വെച്ചുകൊണ്ട് ഈ കള്ളത്തൊരീക്കത്തുകാര് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മടവൂർ ഷെയ്ഖ് ഇബ്ലീസിനിക്ക് ഹിദായത്ത് കൊടുക്കുമൊക്കെ പാടുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ പാടുന്ന പാട്ടുകാരൻ സിയം മടവൂർ ഷെയ്ഖ് മഹാനവർ ഹദ്റത്ത് പാടിയാൽ അടിച്ചു ഓടിക്കും. ഇത്തരം പാട്ടുകളൊക്കെ പാടിയാലേ. റിഫായി ഷെയ്ഖ് പറഞ്ഞത് എന്താ? ഉദ്ദേശിച്ചാൽ അവൻ മക്കാമിലേക്ക് എത്തിക്കും, പക്ഷെ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു തആല അത് ഇബ്ലീസ് വയച്ചവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ മതിയല്ലോ. അതല്ലെങ്കിൽ അത് ആലങ്കാരിക പ്രയോഗമാണ്. ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും റബ്ബ് തന്ന കറാമത്ത് കൊണ്ട്, ഇബ്ലീസിന് വരെ ഹിദായത്താക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത്രക്കും എനിക്ക് കറാമത്ത് തന്നിട്ടുണ്ട്, ഇത് ഇബ്ലീസിനെ ഹിദായത്താക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോ ഒരു ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങൾ ദോഷത്തിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയതായ ഒരു സമുദായത്തിനെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞതിനർത്ഥം നിങ്ങൾ പോയി തെറ്റ് ചെയ്യുക എന്നാണോ? എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും തൗബ സ്വീകരിക്കുന്നവനാണ് എന്നൊരു അർത്ഥത്തിലേക്കുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണത്. ഇതെന്താ മനസ്സിലാക്കണം? ഒരാൾ സിംഹത്തിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിക്ക് 4 കാലും ബാലും ഉണ്ട് എന്നാണോ പറഞ്ഞതിനർത്ഥം? അപ്പൊ ഔലിയാക്കന്മാർ പറഞ്ഞ വാക്കിനിക്ക് നല്ല വ്യാഖ്യാനം കൊടുത്തത് ശരിക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കിയാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടല്ലേ സമസ്തയുടെ പണ്ഡിതന്മാർ 40 മെമ്പർമാരൊക്കെയും
അഗാധമായ ഒരു വിഷയത്തിനെ ചിന്തിച്ചുകൊണ്ടല്ലേ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇബാറത്ത് കണ്ട പാട് അത് ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞു, ആ ഉലമ എന്ത് പറഞ്ഞു, അതൊന്നും ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇബാറത്ത് കണ്ട ഉടനെ അതിനെ എടുത്തു ചാടി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഞാൻ ചെറിയൊരു വിഷയം പറഞ്ഞതേ ഉള്ളൂ.